Next, rocks that line the boundary are pulverized as the plates grind along, creating a linear fault valley or underwater canyon. എന്താണ് ഈ ബൗണ്ടറി കൂടെ ഉള്ള റോക്സ് എന്താണ് സംഭവിക്കുന്നത്? അവിടുത്തെ പ്ലേറ്റിന്റെ ഗ്രൈൻഡിങ്സ് നടന്നിട്ട് ഒന്നെങ്കിൽ വാലീസ് ക്രിയേറ്റ് ചെയ്യും, വാലീസ് അല്ലെങ്കിൽ അണ്ടർ വാട്ടർ കാനിയോൺസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എർത്ത് ആർ കോമൺ അലോങ് ദിസ് ഫോൾഡ്. ഈ ട്രാൻസ്ഫോം ബൗണ്ടറീസിൽ എർത്ത് കോമൺ ആയിരിക്കും. ഈ ഫോൾസിന് അലോങ് ആയിട്ട്, ഫോൾസ് ക്രിയേറ്റ് ചെയ്യാൻ ഫോൾസിന് അലോങ് ആയിട്ട് എർത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോമൺ ആയിരിക്കും. ദെൻ കാലിഫോർണിയാസ് സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് ഇസ് എ ട്രാൻസ്ഫോം ബൗണ്ടറി. കാലിഫോർണിയാസ് സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് ഇസ് എ ട്രാൻസ്ഫോം ബൗണ്ടറി എൻ എക്സാമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ടൈപ്സ് ഓഫ് കൺവെർജന്റ് ബൗണ്ടറീസ്. നമ്മൾ കൺവെർജന്റ് ബൗണ്ടറീസ് എന്താണെന്ന് നോക്കിയിരുന്നു. അതായത് രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു, അതായത് ആ പ്രോസസ്സ്, അതായത് രണ്ട് പ്ലേറ്റ്സ് കൊളൈഡ് ചെയ്യുന്നു. അപ്പം കൺവെർജന്റ് ബൗണ്ടറീസ് എന്തായിരുന്നു? കൺവെർജന്റ് ബൗണ്ടറീസിനെ രണ്ട് പ്ലേറ്റ്സ് കൊളൈഡ് ചെയ്യുമ്പോൾ ഒന്നിന്റെ അടിയിൽ സബ്ഡക്റ്റ് ചെയ്തു പോകുന്നത്. അപ്പം അതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? 3 ടൈപ്സ് ആയിട്ട് കൺവെർജന്റ് ബൗണ്ടറീസിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് എന്താണ്? കോണ്ടിനെന്റ്, ദെൻ ഓഷ്യൻ കോണ്ടിനെന്റ്, ദെൻ ഓഷ്യൻ. കോണ്ടിനെന്റ്, ocean. That is oceanic continental convergence or oceanic convergence, then continental convergence, that is Himalayan mountain ranges. അപ്പോൾ കൺവെർജന്റ് ബൗണ്ടറീസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? ഫസ്റ്റ് ഓഷ്യാനിക് കോണ്ടിനെന്റൽ കൺവെർജൻസ്, ദെൻ ഓഷ്യാനിക് കൺവെർജൻസ്, ദെൻ കോണ്ടിനെന്റൽ കൺവെർജൻസ്. ഇതിനെക്കുറിച്ച് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിൽ ഓരോന്നിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓഷ്യാനിക് കോണ്ടിനെന്റൽ കൺവെർജൻസ്. ഓഷ്യാനിക് പ്ലേറ്റും കോണ്ടിനെന്റൽ പ്ലേറ്റും കൂടെ കൺവേർജ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഫസ്റ്റ് നോക്കുന്നത്. അറ്റ് ദ ഓഷ്യാനിക് കോണ്ടിനെന്റ് ബൗണ്ടറീസ്, ഓഷ്യാനിക് പ്ലേറ്റ്സ് സബ്ജക്ട് ടു ദ ഹയർ ഡെൻസിറ്റി ഡ്യൂ ടു ദ ഹയർ ഡെൻസിറ്റി. ഓക്കെ, അതായത് ഇതാണ് ഓഷ്യാനിക് പ്ലേറ്റ്. ഈ ഓഷ്യാനിക് പ്ലേറ്റ് ഈ കോണ്ടിനെന്റൽ പ്ലേറ്റുമായിട്ട് കൺവേർജ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓഷ്യാനിക് പ്ലേറ്റിന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അത് ഈ കോണ്ടിനെന്റൽ പ്ലേറ്റിന്റെ അടിയിലോട്ട് സബ്ഡക്റ്റ് ചെയ്യും. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഓഷ്യാനിക് പ്ലേറ്റ് കോണ്ടിനെന്റൽ പ്ലേറ്റുമായിട്ട് കൺവേർജ് ചെയ്യുമ്പോൾ ഓഷ്യാനിക് പ്ലേറ്റിന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് ഓഷ്യാനിക് പ്ലേറ്റ് കോണ്ടിനെന്റൽ പ്ലേറ്റിന്റെ അടിയിലോട്ട് സബ്ഡക്റ്റ് ചെയ്തു പോകും. ആ സബ്ഡക്റ്റ് ചെയ്തു പോകുന്ന സോണിനെയാണ് സബ്ഡക്ഷൻ സോൺ എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ നേരത്തെ നോക്കിയതായിരുന്നു. ദെൻ ഇപ്പൊ എന്താണ് പറഞ്ഞത്? അറ്റ് ഓഷ്യാനിക് കോണ്ടിനെന്റ് ബൗണ്ടറീസ്, ഓഷ്യാനിക് പ്ലേറ്റ്സ് സബ്ഡക്ട് ഡ്യൂ ടു ഹയർ ഡെൻസിറ്റി. ഓഷ്യാനിക് പ്ലേറ്റിന് ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് കോണ്ടിനെന്റൽ പ്ലേറ്റിന്റെ അടിയിലോട്ട് അത് സബ്ഡക്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ്, സ്ട്രോങ് ഡിസ്ട്രക്റ്റീവ് earthquakes and the rapid uplift of mountains ranges towards the sides of the overriding plate are common at the convergence boundary. അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓഷ്യാനിക് കോണ്ടിനെന്റൽ കൺവെർജൻസിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ കൺവെർജന്റ് ബൗണ്ടറീസിൽ അതിൻ്റെ അകത്ത് മേളിൽ വരുന്ന ഏതാണ്? ഓഷ്യാനിക് പോർഷൻ കോണ്ടിനെന്റൽ പോർഷന്റെ അടിയിലോട്ട് സബ്ഡക്ട് ചെയ്തു പോവാന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ കോണ്ടിനെന്റൽ പോർഷൻസിൽ എന്തൊക്കെയാണ്? ഓവർറൈഡിങ് പോർഷൻസിൽ എന്തൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? മൗണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ അവിടെ സ്ട്രോങ് എർത്ത് ആ റീജിയൻസിൽ ഉണ്ടാകാം. സ്ട്രോങ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് എർത്ത്. Then rapid uplift of mountains range towards the sides of the overriding plates are common at the convergence boundary. ഈ കൺവെർജൻസ് ബൗണ്ടറിയിൽ എന്തൊക്കെയാണ് ഉണ്ടാവാം? ഒന്നെങ്കിൽ എർത്ത് ക്രിയേറ്റ് ചെയ്യാം, സ്ട്രോങ് എർത്ത് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൗണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാം. Then next, oceanic continental convergence also sustains many of the earthquakes active volcanoes on the sides of the overriding plates. Oceanic continental convergence also sustains many of the earthquakes active volcanoes of the sides of the overriding plates. അപ്പോൾ ഈ ഓവർറൈഡിങ് പ്ലേറ്റ്സിൽ ഒന്നെങ്കിൽ മൗണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് എർത്ത് അല്ലെങ്കിൽ വോൾക്കാനോസ് ഒക്കെ ഈ ഓവർറൈഡിങ് പ്ലേറ്റ്സിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, വോൾക്കാനിക്. ഓക്കെ, നമുക്ക് ഈ ഫിഗറിൽ അത് കാണാൻ പറ്റും. രണ്ട് ഫിഗറിലും സെയിം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഓഷ്യാനിക് പ്ലേറ്റ് ആണ് ഇത്. ദെൻ ഇത് കോണ്ടിനെന്റൽ പ്ലേറ്റ്, ഇതിന്റെ അടിയിലോട്ട് സബ്ഡക്ട് ചെയ്തു പോകുന്നു, ലിതോസ്ഫിയറിൽ സബ്ഡക്ട് ചെയ്തു പോകുന്നു. ദെൻ നെക്സ്റ്റ് ഇവിടെ വോൾക്കാനോസ് അല്ലെങ്കിൽ മൗണ്ടൻ റേഞ്ചസ് ഒക്കെ ഫോം ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? വെൻ
ടു ഓഷ്യാനിക് കൺവെർജൻസ് വരുമ്പോൾ ഓഷ്യാനിക് പ്ലേറ്റ്സ് കൺവേർജ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, വെൻ ടു ഓഷ്യാനിക് പ്ലേറ്റ് കൺവേർജസ് older one is usually subduct under the other and in the process a trench is formed. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് എന്താണ് പറയുന്നത്? ഓഷ്യാനിക് റീജിയൻസ് സബ്ഡക്ട് ചെയ്യുമ്പോൾ ഓഷ്യാനിക് പ്ലേറ്റ് സബ്ഡക്ട് ചെയ്യുമ്പോൾ ഓഷ്യാനിക് പ്ലേറ്റ് കൺവേർജ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓൾഡർ ആയിട്ടുള്ള ഓഷ്യാനിക് പ്ലേറ്റ് സബ്ഡക്ട് ചെയ്തു പോകും. ഓക്കെ, ഓൾഡർ ആയിട്ടുള്ള വെൻ ടു ഓഷ്യാനിക് പ്ലേറ്റ്സ് കൺവേർജ് then older one is usually subducted under the other and in the process a trench is formed. അവിടെ എന്താണ്? ട്രെഞ്ചസ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പം രണ്ട് ഓഷ്യാനിക് പ്ലേറ്റ്സ് തമ്മിൽ കൺവേർജ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ഓൾഡർ ആയിട്ടുള്ള ഓഷ്യാനിക് പ്ലേറ്റ് മറ്റതിന്റെ അടിയിലോട്ട് സബ്ഡക്ട് ചെയ്ത് പോകും. ദെൻ അന്നേരം എന്താണ്? ട്രെഞ്ചസ് ഫോം ചെയ്യും. ട്രെഞ്ചസ് ഇവിടെ ഫോം ചെയ്യുന്നത് ട്രെഞ്ചസ്. മറ്റേതിൽ എന്തായിരുന്നു? ഫസ്റ്റ് നമ്മൾ ഓഷ്യാനിക് കോണ്ടിനെന്റൽ കൺവെർജൻസ് നോക്കിയപ്പം അവിടെ എർത്ത് ഉണ്ടാകും, ദെൻ വോൾക്കാനോസ് ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ മൗണ്ടൻ റേഞ്ചസ് ക്രിയേറ്റ് ചെയ്യും എന്നായിരുന്നു നമ്മളിവിടെ പഠിച്ചത്, ഓഷ്യാനിക് കോണ്ടിനെന്റൽ കൺവെർജൻസിൽ പഠിച്ചത്. എന്നാൽ ഓഷ്യാനിക് കൺവെർജൻസിൽ എന്താണ്? ട്രെഞ്ചസ് ആണ് ഫോം ചെയ്യുന്നത്. ഓൾഡർ വൺ രണ്ട് ഓഷ്യാനിക് പ്ലേറ്റ്സ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓൾഡർ വൺ സബ്ഡക്ട് ചെയ്തു പോകുന്നു, മറ്റേതിന്റെ അടിയിലോട്ട് സബ്ഡക്ട് ചെയ്തു പോകുന്നു. അപ്പോൾ അവിടെ എന്താണ്? ട്രെഞ്ചസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, then subduction process in oceanic plate convergence also results in the formation of volcanoes. ഇവിടെ വോൾക്കാനോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്ഡക്ഷൻ സോണിൽ എന്തൊക്കെയാണ് ക്രിയേറ്റ്? സബ്ഡക്ഷൻ പ്രോസസ് ഇൻ ഓഷ്യാനിക് പ്ലേറ്റ് കൺവെർജൻസ് ഓൾസോ റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് വോൾക്കാനോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓഷ്യാനിക് പ്ലേറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ്? കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ എന്തൊക്കെ സംഭവിക്കും? ദെൻ വോൾക്കാനോസ് ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ട്രെഞ്ചസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, then such volcanoes are typically strung out in chains called island arcs creative. Okay, such volcanoes are typically stretched out in chains called island arcs creative. Okay, that is island arcs എന്ന് പറഞ്ഞാൽ എന്താണ്? A curved chain of volcanic islands located at a tectonic plate margins. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നത്? ഓഷ്യാനിക് കൺവെർജൻസ് വഴി എന്താണ് സംഭവിക്കുന്നത്? ഓൾഡർ ആയിട്ടുള്ള ഓഷ്യാനിക് പ്ലേറ്റ് മറ്റേതിന്റെ അടിയിലോട്ട് സബ്ഡക്ട് ചെയ്തു പോകും. അന്നേരം ഫോം ചെയ്യുന്നതാണ് ട്രെഞ്ചസ് ഫോം ചെയ്യും. അതുപോലെ തന്നെ ആ റീജിയനുള്ള വോൾക്കാനോസ് ക്രിയേറ്റ് ചെയ്യും. ദെൻ വോൾക്കാനോസ് കാരണം ഐലൻഡ് ആർക്സ് ക്രിയേറ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഓഷ്യാനിക് കൺവെർജൻസിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കോണ്ടിനെന്റൽ കൺവെർജൻസ്. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താണ്? വെൻ ടു കോണ്ടിനെന്റ്സ് മീറ്റ്സ്, രണ്ട് കോണ്ടിനെന്റൽ പ്ലേറ്റ്സ് തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ, വെൻ ടു കോണ്ടിനെന്റ്സ് മീറ്റ്സ് ഹെഡ് ഓൺ നൈദർ ഈസ് സബ്ഡക്റ്റഡ് ബിക്കോസ് ദ കോണ്ടിനെന്റൽ റോക്സ് ആർ റിലേറ്റീവ്ലി ലൈറ്റ് ആൻഡ് ടു കൊളൈഡിംഗ് ഐസ്ബർഗ്സ് റെസിസ്റ്റ് ഡൗൺവേർഡ് മോഷൻ. ഓക്കെ, ഓഷ്യാനിക് പ്ലേറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്? ഓൾഡർ വൺ ആണ് മറ്റതിന്റെ അടിയിലോട്ട് സബ്ഡക്ട് ചെയ്തു പോകുന്നത്. ഓക്കെ, ഇതിൽ പക്ഷേ എന്താണ് പറയുന്നത്? കോണ്ടിനെന്റൽ രണ്ട് കോണ്ടിനെന്റൽ പ്ലേറ്റ്സ് സബ്ഡക്ട് ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്? ഇതിൽ എന്താണ്? സബ്ഡക്ഷൻ വരുന്നില്ല. രണ്ട് കോണ്ടിനെന്റൽ പ്ലേറ്റ്സ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ സബ്ഡക്ഷൻ വരുന്നില്ല. അതിന് പകരം എന്താണ്? അത് റൈസ് ചെയ്ത് വരും, അതായത് മൗണ്ടൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം വെൻ ടു കോണ്ടിനെന്റ്സ് മീറ്റ്സ് head on neither is subduct ചെയ്യുന്നില്ല because the continental rocks are relatively light and like two colliding icebergs resist downward motion. രണ്ട് ഐസ്ബർഗ്സ് കൂട്ടിയിടിക്കും പോലെയാണ് ഇത് കൊളൈഡ് ചെയ്യുന്നത്. ഇത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, അതായത് ഡെൻസിറ്റി കൂടുതലൊന്നുമില്ല. അപ്പോൾ രണ്ടിനും സെയിം ഡെൻസിറ്റി ആയിരിക്കും കോണ്ടിനെന്റൽ പ്ലേസിന്. അപ്പോൾ എന്താണ്? രണ്ട് ഡൗൺവേർഡ് മോഷനെ പ്രിവെന്റ് ചെയ്യും. അതിന് പകരം എന്താണ്? അപ്വേർഡ് മോഷൻ, അതായത് മൗണ്ടൻസ് ക്രിയേറ്റ് ചെയ്യും. Okay, instead the crust tends to buckle and push upward or sideways. Okay, അപ്പോൾ എന്താണ്? ബക്കിൾ ചെയ്ത് എന്താണ്? അപ്വേർഡ് അല്ലെങ്കിൽ സൈഡ് വേസിലോട്ട് ഇതിനെ പുഷ് ചെയ്യും. ഇതിനെ പുഷ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലാതെ ഡൗൺവേർഡ് മോഷൻ ഇവിടെ ഒക്കർ ചെയ്യുന്നില്ല. അതാണ് കോണ്ടിനെന്റൽ കൺവെർജൻസിൽ പറയുന്നത്. അപ്പം നമ്മൾ ഇത്രയും നേരം നോക്കിയത് ഏതൊക്കെയായിരുന്നു? 3 types ഓഫ് കൺവെർജൻ ബൗണ്ടറീസ് ആയിരുന്നു നോക്കിയത്. ഫസ്റ്റ് പറഞ്ഞത് ഓഷ്യാനിക് കോണ്ടിനെന്റൽ കൺവെർജൻസ് ആയിരുന്നു പറഞ്ഞത്. ഓഷ്യാനിക് കോണ്ടിനെന്റൽ കൺവെർജൻസിൽ എന്താണ് സംഭവിക്കുന്നത്? ഓഷ്യാനിക് പ്ലേറ്റ്
ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് എന്താണ് കോണ്ടിനെന്റൽ പ്ലേറ്റ്സിന്റെ അടിയിലോട്ട് സബ്ഡക്ട് ചെയ്തു പോകുന്നു. അപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദെൻ ഓവർറൈഡിങ് പ്ലേറ്റ്സിൽ അല്ലെങ്കിൽ ഓവർറൈഡിങ് റീജിയൻസിൽ എന്താണ് സംഭവിക്കുന്നത്? മൗണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ദെൻ എർത്ത് ക്വേക്സ് അല്ലെങ്കിൽ വോൾക്കാനോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. എർത്ത് ക്വേക്സ് അല്ലെങ്കിൽ മൗണ്ടൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും ഓവർറൈഡിങ് പ്ലേറ്റ്സിൽ. ദെൻ നെക്സ്റ്റിൽ പറയുന്നത് എന്താണ്? ഓഷ്യാനിക് കൺവേർജൻസിൽ പറയുന്നത് എന്താണ്? രണ്ട് ഓഷ്യാനിക് പ്ലേറ്റ്സുകൾ കൊളൈഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ട്രെഞ്ചസ് ഫോം ചെയ്യും. ട്രെഞ്ചസ് ഫോം ചെയ്യും. ദെൻ എന്താണ്? ഓൾഡർ വണ്ണ് മറ്റേതിന്റെ അടിയിലോട്ട് സബ്ഡക്ട് ചെയ്തു പോകും. ഇവിടെ രണ്ട് ഓഷ്യാനിക് പ്ലേറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓൾഡർ വണ്ണ് സബ്ഡക്ട് ചെയ്തു പോകും. ദെൻ ട്രെഞ്ചസ് ഫോം ചെയ്യും. ദെൻ വോൾക്കാനോസ് ക്രിയേറ്റ് ചെയ്യും. ഐലൻഡ് ആർക്സ് ക്രിയേറ്റ് ചെയ്യും. ഇത്രയാണ് ഓഷ്യാനിക് കൺവേർജൻസിൽ പറഞ്ഞത്. ദെൻ കോണ്ടിനെന്റൽ കൺവേർജൻസിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? രണ്ട് കോണ്ടിനെന്റൽ പ്ലേറ്റ്സ് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? രണ്ട് ഐസ്ബർഗ്സ് കൂടിയിരിക്കും പോലെയാണ്. അതിന് ഡൗൺവേർഡ് മോഷൻ അത് റെസിസ്റ്റ് ചെയ്യുന്നു. പകരം എന്താണ്? അപ്വേർഡിലോട്ട് ബക്കിൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അപ്വേർഡ് മോഷനെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്വേർഡ് മോഷൻ അല്ലെങ്കിൽ സൈഡ് വേസിലോട്ട് ഇത് പ്രൊജക്ട് ചെയ്യുന്നു, ബക്കിൾ ചെയ്ത് പോരുന്നു. ഓക്കെ, അല്ലാതെ ഡൗൺവേർഡ് മോഷൻ സംഭവിക്കുന്നില്ല, സബ്ഡക്ഷൻ സംഭവിക്കുന്നില്ല. ഓക്കെ, അത്രയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അബൌട്ട് പ്ലേറ്റ് ടെക്ടോണിക്സ്. First, gives an account on different plates with the earthquake prone area. Scientists are now able to track the movement of tectonic plates using GPS. And one famous transform boundaries is the San Andreas Fault in California. It is the boundary between North American plate and the Pacific plates. It is the cause of so many earthquakes in California. Okay, അപ്പം എന്താണ് നമ്മൾ ഡിഫറെൻറ്റ് പ്ലേറ്റ്സിനെ കുറിച്ച് പഠിച്ചു. മേജർ പ്ലേറ്റ്സ് ഉണ്ട്, മൈനർ പ്ലേറ്റ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് പ്ലേറ്റ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് പഠിച്ചു. ഈ ടെക്ടോണിക് പ്ലേറ്റ്സിനെ ഒക്കെ നമുക്ക് GPS വെച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മൊമെൻറ്റ്സിനെ GPS വെച്ചിട്ട് ഇതിൻ്റെ ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ മൊമെൻറ്റ്സിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ട്രാൻസ്ഫോം ബൗണ്ടറീസ് ആണ് എന്താണ്? സാൻ ആൻഡ്രിയാസ്, കാലിഫോർണിയയിലുള്ള സാൻ ആൻഡ്രിയാസ് ഫോൾട്ട്. വൺ ഓഫ് ദ ഫേമസ് ട്രാൻസ്ഫോം ബൗണ്ടറീസ് ഈസ് ദ one of the famous transform boundaries is the San Andreas Fault in California. Okay, then അതിലെന്താണ് ഈ സാൻ ആൻഡ്രിയാസ് ഫോൾട്ടിൽ എന്താണ്? രണ്ട് നോർത്ത് അമേരിക്കൻ പ്ലേറ്റും എന്താണ് പസഫിക് പ്ലേറ്റും, രണ്ട് പ്ലേറ്റ്സ്, അതായത് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്സും പസഫിക് പ്ലേറ്റ്സിനും ഇടയ്ക്കുള്ള ബൗണ്ടറിയാണ്. ഇറ്റ് ഈസ് എ ബൗണ്ടറി ബിറ്റ്വീൻ നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് ആൻഡ് പസഫിക് പ്ലേറ്റ്സ്. പസഫിക് പ്ലേറ്റിന്റെ നോർത്ത് അമേരിക്കൻ പ്ലേറ്റിന്റെ ഇടയ്ക്കുള്ള ബൗണ്ടറിനെയാണ് സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് കോസ്റ്റ് സോ മെനി എർത്ത് ഇൻ ദ കാലിഫോർണിയയിൽ മോസ്റ്റ്ലി എർത്ത് ക്വേക്ക് ഉണ്ടാക്കുന്നത് ഈ സാൻ ആൻഡ്രിയാസ് ഫോൾട്ട്സിന് അലോങ് ആയിട്ടായിരിക്കും എർത്ത് ക്വേക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ മരിയാന ട്രെഞ്ച് ഈസ് ദ ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദ ഓഷ്യൻ. ഇറ്റ് ഈസ് ഫോംഡ് ബൈ എ കൺവേർജന്റ് ബൗണ്ടറി ബിറ്റ്വീൻ ദ പസഫിക് പ്ലേറ്റ് ആൻഡ് ദ മരിയാന പ്ലേറ്റ്. അതുപോലെ തന്നെ പസഫിക് പ്ലേറ്റും മരിയാന പ്ലേറ്റും തമ്മിൽ ഉള്ള ബൗണ്ടറി ഇറ്റ് ഈസ് ഫോംഡ് ബൈ എ കൺവേർജന്റ് ബൗണ്ടറീസ് വെച്ച് ഫോം ചെയ്തിരിക്കുന്ന പസഫിക് പ്ലേറ്റിന്റെയും മരിയാന പ്ലേറ്റിന്റെയും അവിടെയുള്ള ബിറ്റ്വീൻ ഇടയ്ക്കുള്ള കൺവേർജൻസ് ബൗണ്ടറി ആണ് എന്താ? ഇറ്റ് ഈസ് ഫോംഡ് ബൈ എ കൺവേർജന്റ് ബൗണ്ടറി ബിറ്റ്വീൻ പസഫിക് പ്ലേറ്റ് ആൻഡ് മരിയാന പ്ലേറ്റ്. ദെൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് മരിയാന ട്രെഞ്ച്. ഓക്കെ, then Pacific plate is being subducted under the Mariana plate. മരിയാന പ്ലേറ്റിന്റെ അടിയിൽ ഈ പസഫിക് പ്ലേറ്റ് സബ്ഡക്ട് ചെയ്യും. അപ്പോൾ എന്താണ്? മരിയാന ട്രെഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പസഫിക് പ്ലേറ്റിന്റെ മരിയാന പ്ലേറ്റിന്റെ ഇടയ്ക്കുള്ള കൺവർജൻസ് ബൗണ്ടറീസ് വഴിയാണ് എന്താണ് മരിയാന ട്രെഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ പസഫിക് പ്ലേറ്റ് മരിയാന പ്ലേറ്റിന്റെ അടിയിലോട്ട് സബ്ഡക്ട് ചെയ്തു പോകുന്നു. അങ്ങനെയാണ് മരിയാന ട്രെഞ്ചസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, then the Himalayan mountains including Mount Everest were formed by the convergent boundaries of the Indian plate and the Eurasian plate. Indian plate Eurasian plate Mount Everest ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണ്? ഹിമാലയൻ മൗണ്ടൻസ് ഇൻക്ലൂഡിംഗ് മൗണ്ട് എവറസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത് ഫോംഡ് ബൈ കൺവർജന്റ് ബൗണ്ടറീസ് ഓഫ് ദി ഇന്ത്യൻ പ്ലേറ്റ്. ഇന്ത്യൻ പ്ലേറ്റ്സ് ആൻഡ് യൂറേഷ്യൻ പ്ലേറ്റ്സിന്റെ കൺവർജന്റ് ബൗണ്ടറീസ് വഴിയാണ് എന്താണ് മൗണ്ട് എവറസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫോൾട്ട്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഫോൾട്ട്.
planar fracture or discontinuity in a volume of rock across which there has been significant displacement as a result of rock mass movement. Okay, planar fracture or discontinuity in a volume of rock across which there has been significant displacement as a result of rock mass movement. ഓക്കെ, അപ്പം ഫോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? റോക്ക് മാസ് മൂവ്മെന്റ്, പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ റോക്ക് മാസിന്റെ മൂവ്മെന്റ്സ് കാരണം ക്രിയേറ്റ് ചെയ്യുന്ന ഫ്രാക്ചേഴ്സ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫോൾട്ട് എന്ന് പറയുന്നത്. റോക്ക് മാസ് മൂവ്മെന്റ് കാരണം എന്ത് ഫ്രാക്ചേഴ്സ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഫോൾട്ട്സ് എന്ന് പറയുന്നത്. ദെൻ എന്താണ്? 3 ബേസിക് കാറ്റഗറീസ് ഓഫ് ഫോൾട്ട്സ് ഉണ്ട്. അതായത് നോർമൽ ഫോൾട്ട്, ത്രസ്റ്റ് ഫോൾട്ട്, സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട്. ഫസ്റ്റ് നോർമൽ ഫോൾട്ട്, ദെൻ ത്രസ്റ്റ് ഓർ റിവേഴ്സ് ഫോൾട്ട്, ദെൻ സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട്. ഫസ്റ്റ് ഇതാണ് നോർമൽ ഫോൾട്ട്. ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നതാണ് നോർമൽ ഫോൾട്ട്. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? നോർമൽ ഫോൾട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? 2 റോക്ക് മാസ് ദെൻ തെന്നി മാറുന്നു, മേളിലോട്ട് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷൻ നടത്തുന്നു. ദെൻ ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത്? ത്രസ്റ്റ് ഫോൾട്ട് അടുത്തത്. ദെൻ സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ തെന്നി മാറുന്നു, സൈഡിലോട്ട് തെന്നി മാറുന്നു. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാം. ഓക്കെ, 3 ബേസിക് കാറ്റഗറീസ് ഓഫ് ഫോൾട്ട്സ്. ഫസ്റ്റ് വരുന്നതാണ് നോർമൽ ഫോൾട്ട്. ദെൻ അപ്പർ ബ്ലോക്ക് ഡ്രോപ്സ് ഡൗൺ, occurs where plates are pulling apart under tension, occurs at the divergent plate boundaries. Okay, normal fault അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്? അപ്പർ ബ്ലോക്ക് ഡ്രോപ്സ് ഡൗൺ, occurs where plates are pulling apart under tension. പ്ലേറ്റ്സ് ടെൻഷൻ കാരണം എന്താ പുള്ളിങ് നടന്നു കഴിയുമ്പോഴത്തേനും ഡൗൺവേർഡ് മോഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്വേർഡ് ബ്ലോക്സ് ആൻഡ് ഡൗൺവേർഡ് മോഷൻസ് നടത്തും. ഓക്കെ, example, Iceland called a land of fires and ice because of its volcanoes and glaciers. Okay, അപ്പം നോർമൽ ഫോൾട്ടിൽ എന്താണ് പറയുന്നത്? അപ്പർ ബ്ലോക്സ് ഡ്രോപ്സ് ഡൗൺ. ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും നോർമൽ ഫോൾട്ട് ഇതാണ്. ഇതിൻ്റെ അകത്ത് അപ്വേർഡ് ബ്ലോക്സ് എന്താണ്? ഡ്രോപ്സ് ഡൗൺ, ഡൗൺവേർഡിലോട്ട് മൂവ് ചെയ്യും. ദെൻ ഒക്കേഴ്സ് വെർ പ്ലേറ്റ്സ് ആർ പുള്ളിങ് എപ്പാർട്ട് അണ്ടർ ടെൻഷൻ. ടെൻഷൻ കാരണം എന്താണ്? ഈ അപ്വേർഡ് ബ്ലോക്സിനെ താഴത്തോട്ട് പുള്ളി ചെയ്യും. ദെൻ എന്താണ്? ഒക്കേഴ്സ് അറ്റ് ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറീസ്. ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറീസിലാണ് ഈ ടൈപ്പ് ഓഫ് ഫോൾട്ട് ഉണ്ടാവുന്നത്. ഈ നോർമൽ ഫോൾട്ട് ഉണ്ടാവുന്നത് ഡൈവേർജന്റ് ടൈപ്പ് ഓഫ് ബൗണ്ടറീസിൽ ആണ് നോർമൽ ഫോൾട്ട് ഉണ്ടാവുന്നത്. ഈ അപ്വേർഡ് ബ്ലോക്സിനെ ഡൗൺവേർഡിലോട്ട് പുഷ് ചെയ്യുന്നു, അപ്വേർഡ് ബ്ലോക്സിനെ ഡൗൺവേർഡിലോട്ട് പുഷ് ചെയ്യുന്നു. അതാണ് നോർമൽ ഫോൾട്ടിൽ പറയുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഫോൾട്ടിനെയാണ് നോർമൽ ഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡൈവേർജന്റ് ബൗണ്ടറീസിലാണ് നോർമൽ ഫോൾട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ ഐസ്ലാൻഡ്സ് and called as land of fires and ice because of its volcanoes and glaciers. Then next ആണ് thrust or reverse fault. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്പർ ബ്ലോക്സ് പുഷ് അപ്സ്. അപ്പർ ബ്ലോക്കിനെ അപ്വേർഡിലോട്ട് പുഷ് ചെയ്യും. occurs where plates are pushing together under compression. ഇവിടെ കംപ്രഷൻ വഴിയായിരിക്കും മേലോട്ട് പുഷ് ചെയ്യുന്നത്. occurs at convergent plate boundariesലാണ് ഉണ്ടാകുന്നത്. ഇവിടെ കംപ്രഷൻ കാരണമായിരിക്കും. ആദ്യത്തേൽ ടെൻഷൻ കാരണമാണ് അപ്പർ ബ്ലോക്സിനെ ഡൗൺവേർഡിലോട്ട് പുഷ് ചെയ്തു. രണ്ടാമത്തേതിൻ്റെ അകത്ത് കംപ്രഷൻ കാരണം അപ്പർ ബ്ലോക്സിനെ അപ്വേർഡിലോട്ട് പുഷ് ചെയ്തു. അതായത് നമുക്ക് ഈ കാണാൻ പറ്റും. ഇതാണ് ത്രസ്റ്റ് ഫോൾട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇതാണ് അപ്പർ ബ്ലോക്ക്. ഈ അപ്പർ ബ്ലോക്കിനെ അപ്വേർഡിലോട്ട് പുഷ് ചെയ്യും. അത് കംപ്രഷൻ വഴി അപ്വേർഡിലോട്ട് പുഷ് ചെയ്യും. അതിനെയാണ് അന്നേരം ക്രിയേറ്റ് ചെയ്യുന്ന ഫോൾട്ടിനെയാണ് ത്രസ്റ്റ് ഫോൾട്ട് എന്ന് പറയുന്നത്. അതിനെ അതെന്താണ്? കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറീസ് ആണ് ആ ടൈപ്പ് ഓഫ് ഫോൾട്ട് കാണുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട്. ബ്ലോക്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ, occurs where plates are sliding past each other, occurs at a transform plate boundaries. ഓക്കെ, എന്താണ്? ബ്ലോക്സ് സ്ലൈഡ് ചെയ്ത് പോകുന്നു, then occurs where plates are sliding past each other, then occurs at a transform plate boundariesലാണ് ഇതൊക്കെ ചെയ്യുന്നത്. then plates സ്ലൈഡ് ചെയ്ത് പോകുന്നു. എക്സാമ്പിൾ സാൻ ആൻഡ്രിയാസ് ഫോൾട്ട്, കാലിഫോർണിയ. അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. രണ്ട് സൈഡിലോട്ടും സ്ലൈഡ് ചെയ്താണ് പോകുന്നത്. ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് നോർമൽ ഫോൾട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പുള്ളി ചെയ്ത് പോവാണ്. അതായത് അപ്പർ ടെൻഷൻ കാരണം എന്താണ്? പുള്ളി ചെയ്ത് പോകുന്നു രണ്ട് സൈഡിലോട്ട്. അപ്പർ ബ്ലോക്ക് ഡൗൺവേർഡിലോട്ട് മൂവ് ചെയ്യുന്നു.
ദെൻ രണ്ട് സൈഡിലോട്ടും പിടിച്ച് വലിക്കുമ്പോൾ എന്താണ് ടെൻഷൻ കാരണം പുള്ളി ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പർ ബ്ലോക്ക് ഡൗൺവേർഡിലോട്ട് മൂവ് ചെയ്യുന്നു. ദെൻ അടുത്തതിൽ എന്താണ് കംപ്രഷനാണ് വരുന്നത്. കംപ്രഷൻ വന്നു കഴിയുമ്പോഴത്തേനും അതായത് ഇങ്ങനെ ആരോസ് കംപ്രഷൻ വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് ഇതില് പുറത്തോട്ട് പുള്ളി ചെയ്യുന്നു. ദെൻ ഇതില് കംപ്രഷൻ അകത്തോട്ട് കംപ്രഷൻ വന്നു കഴിയുമ്പോഴത്തേന് എന്താണ് വരുന്നത്? അപ്പർ ബ്ലോക്സ് അപ്വേർഡിലോട്ട് മൂവ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് എന്താണ് പറയുന്നത്? ഇത് അപ്വേർഡിലോട്ടും ഡൗൺവേർഡിലോട്ടും അല്ല മോഷൻ. ഇതെങ്ങനെയാണ്? സ്ലൈഡ് ചെയ്ത് പോകുന്നു. സ്ലൈഡ് ചെയ്ത് രണ്ട് സൈഡിലോട്ടും പോകുന്നു. 2 സൈഡ്സിലോട്ട് സ്ലൈഡ് ചെയ്ത് പോകുന്നു. ഇതിനെയാണ് സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് സാൻ ആൻഡ്രിയാസ് ഫോൾട്ട്. ഇപ്പൊ എന്താണ് നോർമൽ ഫോൾട്ടിൽ നമ്മൾ പറഞ്ഞത്? അവിടെ അപ്പർ ബ്ലോക്കിനെ ഡൗൺവേർഡിലോട്ട് പുഷ് ചെയ്യുന്നു. അപ്പർ ബ്ലോക്കിനെ ഡൗൺവേർഡിലോട്ട് പുഷ് ചെയ്യുന്നു. ദെൻ അവിടെ ടെൻഷൻ കാരണമാണ് ഡൗൺവേർഡിലോട്ട് അപ്പർ ബ്ലോക്കിനെ പുള്ളി ചെയ്യുന്നത്. ദെൻ ത്രസ്റ്റ് ഇവിടെ പുള്ളിങ് ആണ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ത്രസ്റ്റ് ഓർ റിവേഴ്സ് ഫോൾട്ടിൽ എന്താണ് വരുന്നത്? അപ്പർ ബ്ലോക്ക് പുഷസ് അപ്പർ ബ്ലോക്സിനെ അപ്വേർഡിലോട്ട് പുഷ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ കൺവേർജൻ പ്ലേറ്റ് ബൗണ്ടറീസിന് അക്രോസ് ആയിട്ടാണ് അത് വരുന്നത്. ഇവിടെ ഡൈവേർജൻ പ്ലേറ്റ്സിൽ നോർമൽ ഫോൾട്ടിൽ നിന്ന് ഡൈവേർജൻ പ്ലേറ്റ് ബൗണ്ടറീസിന് അക്രോസ് ആയിട്ടാണെങ്കിൽ ഇവിടെ കൺവേർജൻ പ്ലേറ്റ്സിന് അക്രോസ് ആയിട്ടാണ് എന്താണ് ത്രസ്റ്റ് ഓർ റിവേഴ്സ് ഫോൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഇവിടെ കംപ്രഷൻ കാരണം ത്രസ്റ്റ് ഓർ റിവേഴ്സ് ഫോൾട്ടിൽ കംപ്രഷൻ കാരണമാണ് ഈ ഒരു ഫോൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ അപ്വേർഡിലോട്ടും ഡൗൺവേർഡിലോട്ടും ഒന്നും മോഷൻ നടത്തുന്നില്ല, ഒള്ളി സ്ലൈഡിങ് മാത്രം, സ്ലൈഡ് ചെയ്ത് പോകുന്നു. ഇത് ട്രാൻസ്ഫോം പ്ലേറ്റ് ബൗണ്ടറീസിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് കാലിഫോർണിയ ആണ് ഇതിന് എക്സാമ്പിൾ. ഓക്കെ, ഇത്രയാണ് ടൈപ്സിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ്. ഓക്കെ, സോറി, ഫോൾട്സിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ്. ദെൻ ഇതാണ് സാൻ ആൻഡ്രിയാസ് ഫോൾട്സ്. നമുക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും സാൻ ആൻഡ്രിയാസ് ഫോൾട്സ്. Then ഇത് നമുക്ക് a fence built across the San Andreas Fault near Bolinas, California is offset by nearly 3 meters after the Great San Francisco earthquake. സാൻ ഫ്രാൻസിസ്കോ എർത്ത് കഴിഞ്ഞതിന് ശേഷം ഈ സാൻ ആൻഡ്രിയാസ് ഫോൾസിന് അക്രോസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഫെൻസസ് ഒരു 3 മീറ്റർ അകന്ന് ആയിട്ട് കാണുന്നതാണ്. ഇതിൻ്റെ അത് നമുക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റുന്നത് ഫെൻസസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അത് 3 മീറ്റർ അകന്നായിരിക്കും ദെൻ സാൻ ഫ്രാൻസിസ്കോ എർത്ത് ശേഷം കാണപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് origin of earthquakes. Then earthquakes can originate from sudden motion along a fault. And from a volcanic eruption, bomb blast, landslide or anything else that suddenly releases energy on or in the earth. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? എർത്ത് ക്യാൻ ഒറിജിനേറ്റ് ഫ്രം ദ സഡൻ മോഷൻ അലോങ് എ ഫോൾട്ട്. ഒരു ഫോൾട്ടിന് അലോങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വോൾക്കാനിക് ഫോൾട്ടിന് അലോങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ കാരണം അല്ലെങ്കിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് കാരണം അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് കാരണം ഓക്കെ ഒരു ഫോൾട്ടിന് അലോങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സഡൻ മോഷൻ കാരണമാണ് എന്ത് എർത്ത് ക്വേക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. എർത്ത് ക്വേക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒറിജിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സഡൻ മോഷൻ അലോങ് ദ ഫോൾട്ട് റീജിയൻസിന് അലോങ് ആയിട്ട് സഡൻ മോഷൻ നടന്നിട്ട് എന്താണ് വോൾക്കാനിക് ഇറപ്ഷൻ കാരണം അല്ലെങ്കിൽ ബോംബ് ബ്ലാസ്റ്റ് കാരണം അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഒക്കെ കാരണം ആയിരിക്കും ഈ സഡൻ മൂവ്മെന്റ്സ് നടക്കുന്നത്. അത് കാരണം എന്താണ് എനർജി റിലീസ് ചെയ്യും. എനർജീസ് സഡൻ ആയിട്ട് എനർജീസ് റിലീസ് ചെയ്യും. അന്നേരമാണ് എർത്ത് ക്വേക്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഫോൾട്ടിന് അലോങ് ആയിട്ട് എന്താണ് സഡൻ മോഷൻ നടന്നു കഴിയുമ്പോഴത്തേനും എന്താണ് എനർജി റിലീസ് ചെയ്യും. എനർജി റിലീസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത്. ഈ ഫോഴ്സിന് അലോങ് ആയിട്ട് സഡൻ മോഷന് കാരണമാകുന്നത് എന്തൊക്കെയാണ്? വോൾക്കാനിക് ഇറപ്ഷൻ, ബോംബ് ബ്ലാസ്റ്റ്, ദെൻ ലാൻഡ് സ്ലൈഡ് ഒക്കെ കാരണമാണ് ഈ മോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കാരണം എനർജീസ് റിലീസ് ചെയ്യുന്നു, ദെൻ എർത്ത് ക്വേക്സ് ഫോം ചെയ്യുന്നു. ഓക്കെ, ദെൻ ദ സർഫസ് വെയർ ദേ സ്ലിപ്പ് ഈസ് കോൾഡ് ഫോൾട്ട് ഓർ ഫോൾട്ട് പ്ലെയിൻ. അത് സ്ലിപ്പ് ചെയ്തു പോകുന്ന സർഫസിനെയാണ്, അതായത് റപ്ചർ അല്ലെങ്കിൽ സംഭവിക്കുന്ന ആ പ്രോസസ്സിനെ, അതായത് മോഷൻ നടക്കുന്ന സഡൻ മൂവ്മെന്റ് നടക്കുന്ന ആ ഒരു പോർഷനെയാണ് ഫോൾട്ട് അല്ലെങ്കിൽ ഫോൾട്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്ലിപ്പ് ചെയ്യുന്ന പോർഷനെയാണ് ഫോൾട്ട് അല്ലെങ്കിൽ ഫോൾട്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. ദെൻ നോട്ട് എവറി ഫോൾട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആക്റ്റീവ് എർത്ത് Most faults are in fact no longer active but were active at some times in the geologic past.
of the active force only some are particularly prone to earthquakes. അപ്പോൾ നമ്മൾ പറഞ്ഞു ആ സ്ലിപ്പ് ചെയ്ത് പോകുന്ന ആ സർഫസിനെയാണ് എന്തെന്ന് പറയുന്ന ഫോൾട്ട് ഓർ ഫോൾട്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. ദെൻ എല്ലാ ഫോൾട്ടും എർത്ത് ലീഡ് ചെയ്യില്ല. ആക്റ്റീവായിട്ട് എന്താണ് എല്ലാ ഫോൾട്ടും എർത്ത് ലീഡ് ചെയ്യില്ല. ചില ഫോൾട്ട് മാത്രമാണ് എന്താ എർത്ത് ലീഡ് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ ദ ലൊക്കേഷൻ ബിലോ ദ എർത്ത് സർഫസ് വേർ ദ എർത്ത് സ്റ്റാർട്ട്സ് ഈസ് കോൾഡ് ഹൈപ്പോസെന്റർ. എർത്ത് ഒക്കർ ചെയ്യുന്ന ആ പോർഷനെയാണ് ഹൈപ്പോസെന്റർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ ലൊക്കേഷൻ ഡയറക്ട്ലി അബോവ് ഇറ്റ് ഈസ് നോൺ ആസ് ഇറ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് കോൾഡ് എപ്പിസെന്റർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഹൈപ്പോസെന്റർ എന്താണെന്നും എപ്പിസെന്റർ എന്താണെന്നുമാണ് പറയുന്നത്. നമ്മളത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് എർത്ത് സർഫസിന് ഉള്ളിൽ എർത്ത് ഒക്കർ ചെയ്യുന്ന ആ പോർഷനെയാണ് ഹൈപ്പോസെന്റർ ഓർ എന്തെന്ന് പറയും, ഫോക്കസ് എന്നും പറയും. ഹൈപ്പോസെന്റർ അല്ലെങ്കിൽ ഫോക്കസ് എന്നും പറയും. ഹൈപ്പോസെന്റർ അല്ലെങ്കിൽ ഫോക്കസ് എന്നും പറയും. ദെൻ ഈ പോയിന്റിൽ ഇവിടെ നിന്ന് ഒരുപാട് എനർജീസ് റിലീസ് ചെയ്യും എർത്ത് സമയത്ത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിന് ഈ ഒരു പോയിന്റിന് വെർട്ടിക്കലി എബോവ് ആയിട്ടുള്ള എർത്ത് സർഫസിലെ ആണെങ്കിൽ എർത്ത് സർഫസിലെ ആ ഒരു പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത് എപ്പിസെന്റർ എന്ന് പറയുന്നത്. എപ്പിസെന്റർ ഓക്കെ എന്ന് പറയുന്നത് എപ്പിസെന്റർ. അതായത് എർത്ത് ഉണ്ടാവുന്ന ആ ഒരു പോയിന്റിനെയാണ് ഹൈപ്പോസെന്റർ ഓർ ഫോക്കസ് എന്ന് പറയുന്നത്. ദെൻ അതിന് കറക്റ്റ് വെർട്ടിക്കലി എബോവ് ആയിട്ടുള്ള പോർഷനെയാണ് എപ്പിസെന്റർ എന്ന് പറയുന്നത്. ദെൻ അത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് പറയുന്നത് അതാണ്. ദ ലൊക്കേഷൻ ബിലോ ദ എർത്ത് സർഫസ് വെയർ ദ എർത്ത് സ്റ്റാർട്ട്സ്. എർത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനെയാണ് ഹൈപ്പോസെന്റർ ഓർ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഫോക്കസ് ആൻഡ് ദ ലൊക്കേഷൻ ഡയറക്ട്ലി above it on the surface of the earth സർഫസിലെ അതിന്റെ വെർട്ടിക്കലി എബോവ് ആയിട്ടുള്ള പോർഷനെയാണ് എന്തെന്ന് പറയുന്നത് എപ്പിസെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സംടൈംസ് ആൻ earthquake has force shock. earthquakeന് ഫോഴ്സ് ഷോക്ക് ഉണ്ടാവാം. ദെൻ there are smaller earthquakes that happens in the same place as the larger earthquakes that follows. അതായത് ഒരു ഫോഴ്സ് ഷോക്ക്, ഫസ്റ്റ് ഒരു earthquake ഉണ്ടാവുമ്പോൾ എന്താണ് ഫസ്റ്റ് ഒരു ഫോഴ്സ് ഷോക്സ് ഉണ്ടാവും. അതിനുശേഷമാണ് ഒരു മെയിൻ ഷോക്ക് ഉണ്ടാവുന്നത്. മെയിൻ ഷോക്കിനെയാണ് എർത്ത് എന്ന് വിളിക്കുന്നത്. ദെൻ ഫസ്റ്റ് ഒരു ഫോഴ്സ് ഷോക്ക് ഉണ്ടാവും, അതിനുശേഷം മെയിൻ ഷോക്ക് ഉണ്ടാവും, ദെൻ ആഫ്റ്റർ ഷോക്ക് ഉണ്ടാവും. ഇങ്ങനെ ആണ് എർത്ത് സംഭവിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഒരു ഫോഴ്സ് ഷോക്ക് ഉണ്ടാവും, ദെൻ അതിനുശേഷമാണ് ഒരു ലാർജ് ആയിട്ടുള്ള ഒരു ഷോക്ക്, അതായത് മെയിൻ ഷോക്ക് വരുന്നത്. ദെൻ അതിനുശേഷം ഒരു ആഫ്റ്റർ ഷോക്ക് കാണും. ഓക്കെ, സംടൈംസ് ആൻ earthquake has four shocks. Then these are smaller earthquakes that happens in the same place as the large earthquakes that follows. ഓക്കെ, ഈ ഫോർ ഷോക്കിന് ശേഷമാണ് ലാർജ് earthquakes ആ ഒരു പ്ലേസിൽ വരുന്നത്. ഓക്കെ.